പ്രാപ്പോയിൽ ഈസ്റ്റിൽ മലയാളീസ് കിച്ചൺ എന്ന പേരിൽ ഇഡ്ഡലി, ഇടിയപ്പം, ഉഴുന്നുവട, അപ്പം തുടങ്ങിയ പരമ്പരാഗത പ്രഭാത ഭക്ഷണ വിഭവങ്ങൾ ഓർഡറിനനുസരിച്ച് തയ്യാറാക്കി വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും എത്തിച്ചു നൽകുന്ന പുതിയ സംരംഭം പ്രവർത്തനം ആരംഭിച്ചു. ശുചിത്വവും വീട്ടുവൈദ്യരുചിയും ഉറപ്പാക്കി തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. സംരംഭത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ് നിർവഹിച്ചു. ഈ സംരംഭം ഗംഭീരാകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, സ്വാഗതത്തിലെ ഇംഗ്ലീഷ് കൊണ്ടാണ്. സ്വാഗതത്തിൽ മലയാളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇംഗ്ലീഷ് ഇഷ്ടം പോലെ ഇങ്ങനെ ഒഴുകി വന്നു. എന്താ അതെന്ന് പറഞ്ഞൊരു കാര്യം, ഇംഗ്ലീഷ് മോശമായിട്ട് പറഞ്ഞല്ല. രണ്ട് പ്രവാസികളാണ്. ആ രണ്ട് പ്രവാസി, ഇവിടുന്ന് രണ്ട് പ്രവാസി, ഒന്ന് ജോജോ മാഷ്, മറ്റൊന്ന് രജി. ഇവർ രണ്ടും ഇവിടുന്ന് കയറി അവിടെ ആന്ധ്രല്ലേ, അതും പ്രവാസമാണ്. അവിടെ പോയി നിന്നു, തിരിച്ചിവിടെ വന്നു. ഇവിടെ തുടങ്ങുന്ന ഇഡ്ഡലി, സാമ്പാറും കാണൂല്ലേ, ഇഡ്ഡലി, വട, നൂൽപുട്ട് ഇതെല്ലാം ഉണ്ടാക്കി എല്ലാ സ്ഥലത്തും കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞ് ഈ കൊറോണ കഴിഞ്ഞ 25-ൽ 2.5 കോടി വിദേശികൾ കേരളത്തിൽ വന്നു. ആ വിദേശി കേരളത്തിൽ ഒരു മലയാളം ഭാഷയൊക്കെ വന്നു. മലയാളം ഏറ്റവും നല്ല മലയാളമാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർദ്ദനു പെറ്റമ്മ തൻ ഭാഷ, ആ ഭാഷയെ വിട്ടൊന്നും ആരും കളിക്കണ്ട, അത് നല്ല ഭാഷയാണ്. പക്ഷെ അതിനപ്പുറത്ത് ഒരു വിദേശി വന്ന് നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ മേടിക്കും. അപ്പൊ അതുകൊണ്ട് അവരോട് ഇംഗ്ലീഷ് പറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ജയിക്കും. പിന്നെ ഇതിനടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ പെരുമ്പേന്നിപ്പുറത്തൂടെ വരുന്നൊരു വഴിയുണ്ട്. പെരുമ്പേന്നിപ്പുറത്തൂടെ വന്ന് കാനായി മണിയറ, ആ മണിയറ വന്നപ്പോൾ അവിടെ നല്ല മനോഹരമായ മെക്കാടൻ റോഡ് വന്നു, മാധവങ്കരത്തേക്ക് വരുന്ന റോഡ്. ആ റോഡ് തുടങ്ങിയപ്പോൾ അന്ന് പത്രത്തിലൊക്കെ വന്ന് ഏതാണ്ട് 50ഓളം കേസ് ആ റോഡ്. ഏത് വികസനം വന്നാലും ഏതെങ്കിലും ഒരുത്തെങ്കിലും കുഴപ്പമുണ്ട്. 50 കേസ് അത് MLA ഇടപെട്ട് പരിഹരിച്ച് റോഡായി ഗംഭീര. ആ റോഡ് വഴി ഇപ്പോൾ ഒരു 10-17 തവണ വന്നപ്പോൾ ഒരു 5 മണി കഴിഞ്ഞ് വരുമ്പോഴുള്ള സ്ഥിതി എന്നറിയോ, നമ്മുടെ PP-യിലൊക്കെ തറവാട് സർവേ നമ്മളാ മരിച്ചത് ആ വീടില്ലേ, അവിടെ ഫുട്ബോൾ കളിയുണ്ട്. ആ പാലം, ആ വയറ്, അവിടെ 100 കണക്കിന് ആൾ. എത്ര മനോഹര സ്ഥലം എന്നറിയോ. അതുമാത്രമല്ല, അതിനൊക്കെ വെച്ചാൽ അമ്മമാര് ഒരു 50-60 വയസ്സ് കഴിഞ്ഞ ഒരു പായസം ഉണ്ടാക്കി കൊടുക്കുകയാണ്. സംരംഭമാണ്. പായസം കുടിക്കാൻ ഇഷ്ടം പോലെ ആൾ വരികയാണ്. നമ്മൾ പണ്ട് വിചാരിച്ചു ഈ വയലിൽ ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചില്ലേ, എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ തോന്നലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നു, അവർക്ക് വരുമാനം ഉണ്ടാവും. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നമ്മുടെ നാടിൻ്റെ വികസന പാതയിലേക്ക് ഒരു സംരംഭം കൂടി ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ അവസരത്തിലേറെ സന്തോഷമുണ്ട്. മലയാളീസ് കിച്ചൺ, മലയാളികളുടെ തനി വിഭവങ്ങൾ അതേ രുചിയിൽ ഈ സംരംഭകരിലൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാർക്ക്, പൊതുജനങ്ങൾക്ക് നല്ല നല്ല വിഭവങ്ങൾ, നല്ല രുചികരമായ വിഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതും, അതോടൊപ്പം കുറച്ചു പേർ കൂടി അവരുടെ കുടുംബത്തിലേക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്നുള്ളതും ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ സൊസൈറ്റി ഇതുപോലെയുള്ള സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. നല്ല ഫുഡുകൾ, അതായത് വീടുകളുടെ ഫംഗ്ഷനുകൾ, കല്യാണം, അതുപോലെ മറ്റുള്ള പരിപാടികൾക്കൊക്കെ വലിയ ഓർഡറുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടി, നല്ല ചിട്ടയോടും കൂടി, നല്ല ടേസ്റ്റോടും കൂടി സാധനം എത്തിക്കാനുള്ള ട്രെയിനിങ്ങൾ കൊടുത്ത് പ്രാപ്തരാക്കി. സാറ് നേരത്തെ പറഞ്ഞ ഒരു വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് നല്ലൊരു ശമ്പളം, വീടിൻ്റെ കുടുംബിനികൾക്ക് വീടിൻ്റെ സ്വന്തം അരികിലിരുന്നു കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക പറ്റുക എന്ന ലക്ഷ്യത്തോടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഉദുമയിൽ ആദ്യം തുടങ്ങിയത് ഉപ്പളത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉദുമയിൽ തുടങ്ങുമ്പോൾ ഞങ്ങൾ ആദ്യം ഇതുപോലെ ഇഡ്ഡലി, വട ഒക്കെ തുടങ്ങി. ഇപ്പം ഞങ്ങളത് വിപുലപ്പെടുത്തി എണ്ണക്കടികൾക്ക് ഒരുപാടായി. അതുപോലെ ബിരിയാണി ഐറ്റംസ്. ഓരോ ഒറ്റ കമ്പനിയല്ല, എല്ലാവരും വേറെയാണ്. പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു വിനോദ്, ജോസ് പൂവത്തുമൂട്ടിൽ, ജോളി പതിയിൽ, പ്രിൻസ് വെള്ളക്കട എന്നിവർ ആശംസകൾ നേർന്നു. പാർട്ട്ണർമാരായ ജോജോ പാറേത്താഴത്ത്, റജി മുക്കുഴിയിൽ എന്നിവർ സംസാരിച്ചു. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഗൈഡൻസും, ഈവൻ പ്രിപ്പറേഷൻസ്, ഞങ്ങൾ തരുന്ന ട്രെയിനിങ്,
എങ്ങനെയാണ് ഇത് തയ്യാർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞങ്ങളെ ഒരു 3 ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് ഞങ്ങളെ വേണ്ടുന്ന രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ ഇന്നലെയായി 2-3 ദിവസങ്ങളിൽ ഇവിടെ വന്ന് അതിന് വേണ്ട ഗൈഡൻസ് തരികയൊക്കെ ചെയ്ത ഞങ്ങളുടെ ചെയർമാനായിട്ടുള്ള ശ്രീകുമാർ സാറിനെ. ആദ്യ വിൽപ്പന ഗ്രീൻ പാർക്ക് ഹോട്ടൽ ഉടമ വിപിൻ പലേരി നിർവഹിച്ചു. ചടങ്ങിൽ മിറാക്കിൾ ട്രസ്റ്റ് ഭാരവാഹികളും പങ്കെടുത്തു. ഓർഡറിനനുസരിച്ച് രുചിയേറിയ പ്രഭാത ഭക്ഷണം ലഭ്യമാക്കുന്ന മലയാളീസ് കിച്ചൺ പ്രദേശവാസികൾക്ക് കൂടുതൽ സൗകര്യമായി മാറുമെന്നാണ് പ്രതീക്ഷ.